അസ്സലാമലൈക്കും. നമ്മൾ ഇപ്പോൾ ഉള്ളത് ജബൽനൂറിൻ്റെ ഭാഗത്താണ്. ഇവിടെയാണ് ഇറാഖു ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ 4 പുറമൊക്കെ വന്നിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം. നമ്മൾ ജബൽനൂറിൻ്റെ ഭാഗത്താണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇവിടെ കണ്ടോ, ഇവിടെ ഒരുപാട് മാറ്റങ്ങളാണ് ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ ഹറം കാണും കേട്ടോ. ഹറമല്ല, ക്ലോക്ക് ടവർ കാണും. ജബൽനൂറിൻ്റെ മുകളിൽ നോക്കിയാൽ നമ്മൾ ഹറമിൻ്റെ ഭാഗം നമുക്ക് കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്തുണ്ടല്ലോ ഈ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ, ഇതിൻ്റെ എക്സിബിഷനും അതുപോലെ തന്നെ ദ ഹോളി ഖുറാൻ എന്നുള്ള ഒരു മ്യൂസിയമൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ വന്ന ഈ ഒരു സമയത്ത് അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു, ഒരുപാട് ഉംറക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സമയമൊക്കെ നമ്മൾ പോയിരുന്ന സമയം നല്ലൊരു തണുപ്പും കാലാവസ്ഥയൊക്കെ വല്ലാതെ ചൂടിലോട്ട് പ്രവേശിക്കാത്തൊരു സമയമായിരുന്നു. പക്ഷേ എന്നാൽ തന്നെ ഇവിടെ നമ്മൾ ഹറമിലൊക്കെ കാണുന്നത് പോലെ ചൂടുകൊണ്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വെള്ളം സ്പ്രെഡ് ചെയ്യുന്ന തരത്തിലുള്ള കോഫി ഷോപ്പിൻ്റെ മുന്നിലൊക്കെ ഉണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളം സ്പ്രെഡ് ചെയ്യുന്നുണ്ട് നമ്മൾ ആ ഒരു ചൂടിനെ കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ പുതിയത് വന്നതാണ് കേട്ടോ. ഇവിടെ ഒന്നും ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഒരുപാട് മാറ്റമാണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉണ്ടായിരുന്നു പഴയ കാലത്ത് 2-3 വർഷം മുന്നേ നമ്മൾ ഇറാ ഗുഹയിൽ കയറാൻ വേണ്ടി പോയൊരു വീഡിയോ. അതും ഇതും തമ്മിൽ ഒരുപാട് മാറ്റമാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു ആഡ് പോലെ ഹിറ കൾച്ചറൽ ഡിസ്ട്രിക്റ്റ് നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആളുകൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യേണ്ട സ്ഥലം കണ്ടാൽ ഞങ്ങളും അത് വിടാറില്ല കേട്ടോ. അപ്പോൾ ഇതവിടെ റിച്ചും താനൊക്കെ ആയിട്ട് അവർ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് നിൽക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. പക്ഷെ അവിടെ നിറച്ച് പ്രാവുകളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് അവരതിൽ നിന്ന് മാറിയിട്ട് നിൽക്കണോ വേണ്ടേ എന്നുള്ള ചിന്തയായിട്ടോ. പിന്നെ ഇതാ ഈ ഒരു ജബൽ നൂറിനെ കുറിച്ചിട്ട് ഖുറാൻ ഇറങ്ങിയൊരു മലയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ നിന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ എല്ലാവരും അവിടെ ചില ആളുകൾക്ക്, അതായത് അവരുടെ നാട്ടിലെ ഭാഷയായിട്ട് അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മലയിലാണ് ഖുറാൻ ഇറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ ഈ ഒരു ബാക്ക് ഭാഗങ്ങളിൽ കാണുന്ന ആ ഒരു മല തന്നെയാണ് കേട്ടോ ജബൽ അൽ നൂർ പർവ്വതം. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ഷോപ്പുകളുണ്ട് കേട്ടോ ഇവിടെ. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ്, കോഫി ഷോപ്പുകൾ, ഐസ്ക്രീം ഷോപ്പുകൾ, അങ്ങനെ എല്ലാ ഷോപ്പുകളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഇതുണ്ടല്ലോ, ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെപ്പുകൾ ഏകദേശം 2100 അടി ഉയരമുണ്ട് കേട്ടോ ഈ ജബൽ അൽ നൂർ പർവ്വതം. ഇപ്പോൾ ഇവിടെ ഈ കാണുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇപ്പോൾ വന്നതിൽ ശരിയാക്കിയിട്ടുള്ളതാണ്. ഇവിടെ സ്റ്റെപ്പൊക്കെ കൊടുത്തിട്ട് ഏകദേശം 1740 പടിയോളം സ്റ്റെപ്പുകളുണ്ട് കേട്ടോ ഈ ഒരു പർവ്വതത്തിൻ്റെ മുകളിലോട്ട് കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് പേര് ഇത് നിന്ന് കാണുന്നവരുണ്ട്, അവിടെ കയറാൻ പോകുന്നവർ അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ഒട്ടക സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. കാരണം നമ്മൾ തായിഫിലൊക്കെ പോകുമ്പോൾ, അതുപോലെ തന്നെ മക്കയിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒട്ടകത്തിൻ്റെ ഫാമിലൊക്കെ പോണ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് ഇങ്ങനെയൊക്കെ കാണാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ജബൽ അൽ നൂറിൻ്റെ താഴെയും ഇങ്ങനെ ഉള്ള കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന നമുക്ക് മലയാളി ഉംറയ്ക്ക് വന്ന ആളുകളാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും അത് ചൂടിനെ കുറക്കാനും വെള്ളമാണ് കേട്ടോ സ്പ്രെഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ക്ലൈമറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇവിടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് റിവീലേഷൻ എക്സിബിഷൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം വരെയുള്ള റിവീലേഷൻ, അതായത് പണ്ട് തൊട്ടുള്ള മുതലുള്ള ഇസ്ലാമിക് ഹിസ്റ്ററിയാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ദ ഹോളി ഖുറാൻ എന്നുള്ള മ്യൂസിയം ഉള്ളതും. അപ്പോൾ ഇവിടെ ഒരു എക്സിബിഷൻ സെൻറ്ററും ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. 3 സംഭവങ്ങളുണ്ടെന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. ഈ ഒരു ദ ഹോളി ഖുറാൻ എന്നുള്ള മ്യൂസിയത്തിൽ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഖുറാൻ ഉണ്ട് കേട്ടോ. അതിലെ ഏറ്റവും ചെറിയ ഖുറാൻ വരുന്നത് ഇന്ത്യയുടെ ഖുറാനാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ഖുറാൻ ഉള്ളതും ഈ ഒരു മ്യൂസിയത്തിലാണ് കേട്ടോ ഉള്ളത്.
അങ്ങനെ ഞങ്ങൾ ഈ മ്യൂസിയത്തിനെയും എക്സിബിഷനെയൊക്കെ കുറിച്ചിട്ട് അവിടെ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങളും ഇവിടെ കാണാൻ വേണ്ടി തീരുമാനിച്ചിട്ടോ. കാരണം ഇനി നമ്മൾ നാട്ടിലൊക്കെ പോയി വന്ന് ഇൻഷാ അല്ലാഹ് തിരിച്ച് വന്നിരുമ്പോഴല്ലേ നമ്മളിവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ നമുക്കത് മിസ് ചെയ്യും. കാരണം നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മിസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ എന്ത് വിചാരിച്ചു, ഇൻഷാ അല്ലാഹ് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് പോകാൻ തീരുമാനിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വന്നതാട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തിരുന്നിട്ട് ഒരുപാട് ആളുകൾ ഫുഡ് കഴിക്കുന്നു ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നേരെ നമ്മൾ ഈ ഒരു റിവീലേഷൻ എക്സിബിഷൻ്റെ സെൻറ്ററിൻ്റെ മുന്നിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം 2 മ്യൂസിയം ഒരു എക്സിബിഷനാണ് ഉള്ളത്. അല്ലാതെ നമുക്ക് എക്സിബിഷൻ മാത്രം കാണാം കേട്ടോ. അങ്ങനെയാണ് അവിടെ ടിക്കറ്റ് വരുന്നത്. അപ്പം ഞങ്ങളിതെല്ലാം ഉൾക്കൊണ്ടിട്ടുള്ള ടിക്കറ്റാണ് ഞങ്ങൾ എടുത്തത്. അങ്ങനെയൊക്കെ വന്നതിന് ശേഷം നമ്മൾ ആദ്യം പോകുന്നത് റിവീലേഷൻ്റെ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് ആളുകളൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് അവിടെ ഓരോ ഭാഷ, അതായത് ഉറുദു, ഇംഗ്ലീഷ്, അറബിക്, അങ്ങനെ ഓരോ ഭാഷകളും ഓരോ രാജ്യത്തിൻ്റെ ഭാഷകളുമായിട്ട് അങ്ങനത്തെ ആളുകളെ മാറ്റിയിട്ടാണ് കേട്ടോ അവർ നിർത്തുന്നത്. അതായത് നമുക്കിപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറാൻ ഒരു ഗൈഡായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്താൽ നമ്മളിതാ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഇതാനു വെള്ളത്തിലൊന്ന് തൊടണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് ജസ്റ്റ് കുറച്ച് നേരം ഇരുന്നതാണ്. ഇത് ദ ഹോളി ഖുർആൻ മ്യൂസിയം. ഇതാണ് കേട്ടോ മ്യൂസിയം വരുന്നത്. ഇതിൻ്റെ അകത്താണ് നമ്മളെ ഇന്ത്യയിലുള്ള ഖുർആനൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് ആദ്യം നിന്ന് ഞങ്ങൾ വിചാരിച്ചത്. അപ്പോൾ അത് അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, ആദ്യം റിവീലേഷൻ എക്സിബിഷനാണ് എന്നുള്ളത് പറഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ അത് കണ്ടിറങ്ങിയിട്ട് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ. ദ ഹോളി ഖുർആൻ മ്യൂസിയം എന്നുള്ള ഒരു ഭാഗത്തു നിന്ന് ഫോട്ടോ എടുക്കുകയാണ് ആളുകളൊക്കെ. അപ്പോൾ നമ്മളും അവിടെ നിന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ നമുക്കപ്പത്തിന് ഇവിടെ ടൈം വഴുകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു റിവീലേഷൻ എക്സിബിഷൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ പോകുന്നത്. അപ്പോൾ ഇത് എന്താണ് സംഭവം എന്നുള്ളത് അതുവരെയും നമുക്ക് മനസ്സിലായിരുന്നില്ല. നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളോട് ആദ്യം ചോദിച്ചത് ഉറുദു ആണോ അറബിക്കാണോ എന്നാണ് ചോദിച്ചത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇംഗ്ലീഷാണ് ചോദിച്ചു നമ്മളോട്. അപ്പോൾ നമ്മൾ ഇന്ത്യയാണെന്ന് പറഞ്ഞപ്പോൾ ഇംഗ്ലീഷിലാണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നമ്മളിതിൻ്റെ അകത്ത് കയറിയാൽ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു സീറ്റിൽ കൊണ്ടുവന്ന് ഇരുത്തി നമുക്ക് ഒരു 3D മൂവി കാണുന്നൊരു എഫക്റ്റിലാണ് കേട്ടോ നമുക്കവിടെ നമുക്ക് ഈ ഒരു ഷോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോ ഭാഗങ്ങളിൽ ഓരോ രാജ്യക്കാരാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനനം, അങ്ങനെ ഒരുപാട് നമ്മളെ ഇസ്ലാമികപരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം വരെ വന്ന ആ ഒരു ചരിത്രമാണ് കേട്ടോ ഇതിൽ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ നിന്ന് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോസ് ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ഗൈഡ്, അതായത് നമുക്ക് 2 പേരുണ്ടായിരുന്നു ഇത് പറഞ്ഞു തരാനുള്ള. അന്നത്തെ കാലത്ത് ഒരു ടീമിൽ അവർ ഷോ കഴിഞ്ഞതിന് ശേഷം അവർ നമ്മളോട് അടുത്ത സെക്ഷനിലോട്ടാണ് കേട്ടോ പോകാൻ പറയുന്നത്. അങ്ങനെ അത് ഒരുപാട് ടൈം ഉണ്ട് കേട്ടോ. കുറച്ച് സമയം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇതേപോലെ ഒരു ഗുഹേൻ്റെ അകത്തൊക്കെ പോയൊരു ഫീലാണ് കേട്ടോ. ഇനി അടുത്ത് കാണുന്നതാണ് നമുക്കൊരു 3D എഫക്റ്റ് തരുന്ന ഒരു സംഭവം കേട്ടോ. അത് ഒരുപാട് നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിന്ന് പോയിട്ട്, കാരണം നമ്മൾ മൂവ് ചെയ്യുന്ന പോലെ, അതായത് 3D ഫിലിമിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ കാണുമ്പോൾ നമുക്ക് തോന്നുക. അപ്പോൾ ഇത് ആദ്യം തൊട്ടേ ജബൽനൂറിൽ ഖുർആൻ ഇറങ്ങിയത് അടക്കം വരെയുള്ള ചരിത്രങ്ങളാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത്. അതാ ഫോണ് ഇതൊക്കെ ഓഫായിരുന്നു. عليه السلام عن الأرض ولم يبعث نبي وأخذ الناس يبدلون أحكام السماء وحلت محلها أوحال الأرض شيئا فشيئا حتى مكة التي تمسكت بالتوحيد زمنا طويلا أدخل إليها عمرو മക്കയിലുള്ള പ്രസിദ്ധമായ
മലനിരകളും മസ്ജിദുൽ ഹറമൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ 3D ഷോ വെച്ച് കാണിക്കുന്നത്. അങ്ങനെ പണ്ട് കാലത്തെ ചരിത്രങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മളിതാ ഇറാ ഗുഹൻ്റെ പോലെയുള്ള മാതൃക ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അവിടെ പോയി ഞങ്ങളതൊക്കെ കണ്ട് ഞങ്ങളിതാ അവിടെ നിന്ന് ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ ഇതാ ജബൽ നൂറിൻ്റെ മുകളിലുള്ള ഒരു സൈഡ് ഭാഗത്തായിട്ട് ഹിറാ ഗുഹ ഇതേപോലെ തന്നെയാണ് കേട്ടോ, അതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിൽ ഇതൊരു വലിയൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇത് 2 ഭാഗത്തായിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ജബൽ നൂറിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങളാണ് കേട്ടോ അത് കൂടുതലും ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഇവിടെ ഇങ്ങനെ ജബൽ നൂറിൻ്റെ പോലെ തന്നെ ഒരു മല, അത് ഒരു പർവ്വതം. ജബൽ നൂർ എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശമുള്ള പർവ്വതം എന്നാണ് കേട്ടോ. മക്കയിൽ ഈ ഒരു പർവ്വതം ഉണ്ടല്ലോ, നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു വേറിട്ടൊരു ഭാഗം തന്നെയാണ് കേട്ടോ ജബൽ നൂറിൻ്റെ ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണുക. അപ്പോൾ ഇതാ അതിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണ് കേട്ടോ ഈ റിവിലേഷൻ എക്സിബിഷൻ. എന്തായാലും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഇത് കാണാൻ മിസ്സാക്കരുത്. കാരണം നമ്മൾ ഇസ്ലാമികപരമായ ഒരുപാട് ചരിത്രങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എക്സിബിഷൻ സെൻറ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിന് ഞാൻ 2 വീഡിയോ ആക്കിയിട്ടാണ് ഇപ്രാവശ്യം ഷെയർ ചെയ്യുന്നത്. ഇന്ന് ഹോളി ഖുറാൻ മ്യൂസിയം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഷെയർ ആക്കാം. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.